വെൽക്കം ടു മൈ ഫുൾ ഡേ. ആഴ്ചയിലെ ആദ്യത്തെ ഫുൾ ഡേ ആണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള ഞാൻ ഡീറ്റെയിൽ ഇടാം. എത്ര സെറ്റ് എനിക്ക് വേണം, എത്ര റെപ്പ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അത് ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ലെങ്ത് കുറച്ച് ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിത് ചെയ്യാൻ പോകുന്ന വർക്കൗട്ടുകൾ എന്നതൊക്കെ ഞാൻ പറയാം. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് എൻ്റെ ലാറ്റ്സ് ഏരിയയാണ്. കാരണം എനിക്ക് അപ്പർ ബാക്കിന് വിഡ്ത്ത് കാര്യമായിട്ടുണ്ട്. എനിക്ക് വേണ്ടത് കൂടുതൽ തിക്നെസ്സും വേണം. അപ്പോൾ കുറേ റോയിങ് മൂവ്മെൻറ്റ്സും വേണം. ലൈക്ക് പ്രോപ്പർ തിക്നെസ്സിന് വേണ്ടിയുള്ള മൂവ്മെൻറ്റും വേണം. ലാറ്റ്സിന് വേണ്ടി എനിക്ക് ഐസൊലേഷൻ വേണം. അപ്പോൾ എനിക്ക് സിംഗിൾ ആം ഈ ടോപ്പിൽ നിന്നുള്ള വലിക്കുന്നതാണെങ്കിൽ എനിക്ക് ലാറ്റ്സ് ഇച്ചിരിയും കൂടി ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ സിംഗിൾ ആം പുൾ ഡൗൺ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡംബിൾ റോസ് ചെയ്യുന്നുണ്ട് ഇന്ന്. ഇത് രണ്ടുമേ ഉള്ളൂ ബാക്കിൻ്റെ വർക്കൗട്ടായിട്ട് ചെയ്യുന്നത്. പിന്നെ പിന്നെ ഉള്ളത് ബൈസപ്പിൻ്റെയാണ്. ബൈസപ്പിൻ്റെ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കേളിങ് മൂവ്മെൻറ്റാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്രാവശ്യം എനിക്കൊന്ന് കൈ ഫ്രണ്ടിൽ വരുന്ന കൂട്ടൊരു മൂവ്മെൻറ്റ് ചെയ്യണം. ബൈസപ്സിന് കൈ ബാക്കി വരുന്നൊരു മൂവ്മെൻറ്റ് ചെയ്യണം. ഇന്ന് തൽക്കാലം ഞാൻ ചെയ്യുന്ന കൈ ബാക്കി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻക്ലൈൻ ഡംബൽ കേളും പിന്നെ ഞാൻ ഒത്തിരി നിഗ്ലക്റ്റ് ചെയ്തൊരു മസിലാണ് നമ്മുടെ ബ്രാക്കിയാലിസ്. അപ്പോൾ ഇന്ന് ക്രോസ് ബോഡി ഹാമർ കേളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ബാക്ക് ആൻഡ് ബൈസപ്സ് വരുന്നത്. പിന്നെ ഇത് തീർക്കുന്നത് ഫോറാംസ് വെച്ചാണ്. അപ്പോൾ ഫോറാമിന് റിസ്കേളും പിന്നെ റിവേഴ്സ് റിസ്കേളും ഇതാണ് ഇന്ന് ഫോറാമിന്. അപ്പോൾ ഇത്രയും വർക്കൗട്ട് കൊണ്ട് നമ്മളിത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ വർക്കൗട്ട് ഇത് നമുക്ക് 3 സെറ്റ് 12-8 ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ ഇപ്പോഴത്തെ പ്ലേലിസ്റ്റ് ലിസണിങ് ടു ദ മ്യൂസിക് വിജയ് ആൻ്റണി ഓൾ ഹിറ്റ്സ്. ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനാന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലാറ്റ്സ് പോപ്പ് ഔട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ്. എന്നിട്ട് ഞാൻ ഫുൾ റിലീസ് ചെയ്യുന്നില്ല. ഫുൾ റിലീസ് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ടെൻഷൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ഭാഗത്തോട്ട് വരും. എനിക്കിവിടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. മാത്രമല്ല താഴെ ഇതാക്കിയിട്ടാകാൻ വേണ്ടി ഞാൻ കൂടുതൽ ചെയ്തത് എൻ്റെ ഈ എൽബോ ഡ്രൈവ് ചെയ്ത് ഹിപ്പിലോട്ട് എടുക്കാൻ നോക്കുക. ഇങ്ങനെ ഹിപ്പിലോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്, ഇങ്ങനെ ഹിപ്പിലോട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി വളഞ്ഞ് പുറകോട്ടും പോരുത്. ഇപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് ബോഡി അധികം ആട്ടുകയും ചെയ്യരുത്. അപ്പോൾ ഇതെന്നാളും എനിക്ക് 12 റെപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ആ വെയിറ്റ് ടൂ മച്ചാണ്. അപ്പോൾ അത്രയും വെയിറ്റ് അടുത്ത പ്രാവശ്യം ചെയ്യത്തില്ല. 2 മിനിറ്റ്സാണ് മിനിമം എല്ലാത്തിനും റെസ്റ്റ് ഇട്ടേക്കുന്നത്.
ഒരു കാർഡിനൽ റൂൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സെറ്റ് നമ്മൾ 12 വെച്ചിരുന്നെങ്കിൽ 12 ചെയ്യാൻ പറ്റിയെങ്കിൽ അടുത്ത 12 10 അപ്പോൾ നമുക്ക് വെയിറ്റ് ഉറപ്പായിട്ടും കൂട്ടിയിരിക്കണം. ഇതുപോലെ നമുക്ക് ഒത്തിരി ഡയറീസ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കുവാണെങ്കിൽ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇൻ ഫ്യൂച്ചർ നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള വെയിറ്റുകൾ വർക്കൗട്ടുകൾ ഏതാണ്, നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ലൈക്ക് ചിലരെ കൊണ്ട് ഇത് കാണാതെ ഓർത്തിരിക്കാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഇങ്ങനെ എഴുതി വെച്ചാലേ പക്ഷേ എൻ്റെ ഇങ്ങനത്തെ കേസിൽ മെമ്മറി എനിക്ക് ഭയങ്കര ഇതാണ്. ഏത് വെയിറ്റ് ചെയ്തു, എത്ര റുപ്യ ഫെയിലായി, അത്രയൊന്നും ഓർത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ബാക്കിൻ്റെ 2 വർക്കൗട്ടും കഴിഞ്ഞു. അപ്പം 3 സെറ്റ് വെച്ചാണ് 2 ചെയ്തിരുന്നത്. ഇനി നമുക്ക് ബൈസെപ്സിൻ്റെ മൂവ്മെൻറ്റിൽ ബൈസെപ്സിനും ഫോറാമിനും ഞാൻ ടോട്ടൽ ഓരോ വർക്കൗട്ടും 2 സെറ്റ് വെച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ബൈസെപ്സിന് മാത്രം ടോട്ടൽ 4 സെറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ വാമപ്പ് സെറ്റ്സ് ഇൻക്ലൂഡഡ് അല്ല. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ 12 10 മാത്രമാണ് റെപ്പ് ചെയ്യാൻ പോകുന്നത് ബൈസെപ്സിന്. പക്ഷേ ഇത് വാമപ്പാണ്. കാരണം എൻ്റെ ബൈസെപ്സ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് ഹെവി വെയിറ്റ് റെഡിയാകാൻ ലോഡ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കണം. കാരണം ഞാൻ നേരെ വന്ന് ഹെവി വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോറാം ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യും, ഷോൾഡർ ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യും. പക്ഷേ എനിക്ക് അതിന് മുന്നേ അങ്ങോട്ട് പോകുന്നതിന് പകരം നേരെ ബൈസെപ്സിൽ തന്നെ പിടിക്കണമെന്നുണ്ട്. സോ വാമപ്പ് വെയിറ്റ്സ് നമ്മൾ കൂട്ടത്തില്ല സെറ്റായിട്ട്, വർക്കിംഗ് സെറ്റായിട്ട്. സോ നമുക്കൊരു 12 റെപ്പ് ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ് വരുന്നെന്ന് തോന്നണം വരെ നമ്മളിങ്ങനെ വാമപ്പ് ചെയ്ത് ഒത്തിരി റെപ്പല്ല, ഒരു 8 റെപ്പ് 6 റെപ്പ് 4 റെപ്പ് അങ്ങനെ കുറച്ച് എണ്ണം കുറച്ച് ബൈസെപ്സിൽ ഫീൽ കയറി വരും. അപ്പം ഇത് ചെയ്തത് വെച്ച് എനിക്ക് മനസ്സിലായത് ഒന്നെങ്കിൽ 12 ആയിരിക്കും ആ വെയിറ്റ്, അല്ലെങ്കിൽ 14 ആയിരിക്കും. സോ നമ്മൾ 14 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 14 12 ആയിരുന്നു. ബട്ട് നമ്മളിപ്പം
8 ട്രിപ്പ് എങ്ങാണ്ട് ചെയ്തുള്ളൂ. സോ ബാക്കി ഇത് ചെയ്യും. സോ നമ്മുടെ ബൈസെപ്സിൻ്റെ ഒരു മെയിൻ മൂവ്മെൻറ്റ് കഴിഞ്ഞു. അതായത് കൈ ബാക്കിലോട്ട് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പം നെക്സ്റ്റ് പുൾ ഡേയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കൈ ഫ്രണ്ടിലോട്ട് വെച്ചുള്ള സ്പൈഡർ കർളായിരിക്കും ചെയ്യുന്നത്. സോ ഓരോ മൂവ്മെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നോക്കുവാണ്. പിന്നെ എനിക്ക് ബ്രാക്കിയൽ സ്റ്റിച്ചും കൂടെ വലുതാക്കണം. ബിക്കോസ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ഈസ് ഓക്കെ ലൈക്ക് കുഴപ്പമില്ല. റിയർ ഡെൽറ്റ് ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് പിടിക്കുമ്പോഴാണെങ്കിലും മേളിൽ നിന്ന് ലാറ്റ്സ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് താഴോട്ട് ലാറ്റ്സ് വരണം. പിന്നെ ലെഗ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകാനുണ്ട്, എസ്പെഷ്യലി കാഫ്സ്. അപ്പം ഇതൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇപ്രാവശ്യം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഇപ്പം ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും സൈഡിൽ നിന്നുള്ള ബൈസെപ്സിൻ്റെ കൈയുടെ ഒന്നും എടുത്ത് ഫ്രണ്ടിൽ നിന്ന് അത്ര വിസിബിൾ അല്ല. അപ്പോൾ എനിക്ക് ആ ബ്രാക്കിയാൽ സ്റ്റിച്ചും കൂടെ പോപ്പ് ഔട്ട് ചെയ്ത് ഈ പറഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ഇതും ഫ്രണ്ടിൽ നിന്നുള്ള ഈ മൂവ്മെൻറ്റും കൂടെ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കൈക്ക് ഇച്ചിരി കൂടെ സൈസ് ആകുമായിരിക്കണം. സോ നമ്മുടെ അടുത്തത് 2 സെറ്റ് ഹാമർക്കുകൾ, പക്ഷേ ആദ്യത്തെ എല്ലാം വാമപ്പ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുവാണ് ഏതായിരിക്കും എനിക്ക് പറ്റുന്ന വെയിറ്റ് എന്ന്. അപ്പോൾ ഇതല്ല, സോ അങ്ങനെ നമ്മൾ ബൈസ് കഴിഞ്ഞു, നമ്മുടെ ബാക്ക് കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ വർക്കൗട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ഫോറാം. ഫൈനൽ എന്ന് പറയുന്നതിന് മുന്നേ ആക്ച്വലി നമുക്ക് ചെറിയൊരു ആപ്സിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. ലൈക്ക് ആപ്സ് ഡെയിലി ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ടായിരുന്നു പണ്ട്, ലൈക്ക് ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോഴും എനിക്ക് റിക്കവറിക്ക് സീനൊന്നും വന്നിട്ടില്ല. ഈവൻ കഴിഞ്ഞ വർഷം കോമ്പറ്റീഷൻ സമയത്തായിരുന്നപ്പോഴും ഞാൻ ആപ്സിൽ ട്രൈ ചെയ്യാൻ ഡെയിലി ട്രൈ ചെയ്തിരുന്നത്. പക്ഷേ അത് ഒത്തിരി ഇൻറ്റൻസിറ്റി കൂടുതലായിരുന്നു. പക്ഷേ അത്ര ഇൻറ്റൻസിറ്റി വേണമെന്നില്ല ഇപ്പം. അപ്പോൾ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്, അപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പം ഒരു ദിവസം അപ്പർ ആപ്സ്, ഒരു ദിവസം ലോവർ ആപ്സ്, ഒരു ദിവസം ഒബ്ലിക്സ്, ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ആപ്സിന് വേണ്ടി എഴുതിയില്ല. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിരുന്നു ഒരു മൂവ്മെൻറ്റ്. പക്ഷേ തൽക്കാലം ഞാൻ എഴുതാത്തതുകൊണ്ട്, ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയ്ക്കത് കാണിക്കുന്നില്ല. തൽക്കാലം ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞാനത് അടുത്ത പ്രാവശ്യം ഞാൻ പ്ലാനായിട്ട് ഒന്നുകൂടെ ലൈക്ക് ആപ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വരും ദിവസങ്ങളിൽ മേ ബി നാളത്തെ വീഡിയോയിൽ ഞാൻ ലെഗ് ഡേ ഇടാം. ലെഗ് ഡേ പോസ്റ്റ് ചെയ്യാൻ നേരം ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് റെക്കോർഡിംഗ് ആണോ എന്ന് കൺഫേം ചെയ്യട്ടെ. ഓ യെസ്, അതെ. ഓക്കെ, സോ നമ്മുടെ ഫോറാം ഓൾറെഡി വാമപ്പ് ആയതാണ്. ബാക്കി ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിരുന്നു. ഫോറാമും ഓക്കെ ആയിരുന്നു അത്യാവശ്യം, അതെപ്പോഴും നോർമലാണ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് റിസ്ക് 12 റിപ്പ്. 1 2 3 4 5 6 7 ഓക്കെ. ഓൾസോ ഒരു കാര്യം കൂടെ, ചില പോയിൻറ്റിൽ ഞാൻ ഫോറാമിന് ഒത്തിരി ഹെവി ചെയ്യുന്നതിന് പകരം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റെപ്പ് കൂട്ടാറാണ് പതിവ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് ഞാൻ ഫോം തെറ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്തൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫോറാമിന് വലിയൊരു പ്രശ്നമാണ്. ഫോറാം അങ്ങനെ ഓവർ യൂസ് ആയിരുന്നു ഒത്തിരി. അപ്പം ഫോറാം വലുതായിരിക്കുന്ന ഒരു റീസൺ അതാണ്, ഒരു റീസൺ ജെനറ്റിക്സാണ്. എൻ്റെ ജിമ്മിൽ പോകാത്ത അനിയന്മാർക്ക് വരെ ഷോൾഡറും ജെനറ്റിക്സും നല്ല രീതിയിലുണ്ട്. ഷോൾഡർ, ഫോറാം, ബാക്ക് ഇതൊക്കെ അത്യാവശ്യം ജെനറ്റിക്കലി ഗിഫ്റ്റഡ് ആണ് ഒരു രീതിയിൽ. പക്ഷേ സൈസ് കയറ്റാൻ നമ്മൾ അതിനായിട്ടുള്ള കഷ്ടപ്പെട്ട്, പക്ഷേ ജെനറ്റിക്കലി നമുക്ക് എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഇങ്ങനെ പ്രയോറിറ്റി ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും ഡ്രോബാക്ക് പണ്ട് തൊട്ടേ എന്ന് പറയുന്നത് ചെസ്റ്റാണ്. എല്ലാവരുടെയും ചെസ്റ്റ് അത്യാവശ്യം വീക്കാണ് കമ്പാരിറ്റീവ്ലി ബാക്കി മസിൽസ് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇതുവരെ അവൻ ട്രൈ ചെയ്തിട്ടില്ല. ലൈക്ക് ജിമ്മായിട്ട് ട്രൈ ചെയ്തില്ല. അവൻ ഹോം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ബേസിക് വീട്ടിലെ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവൻ അടിപൊളി ബോഡിയുണ്ട്. പക്ഷേ അവൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ, അവൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ജെനറ്റിക്കലി ഒരു മാരക റീച്ച് കിട്ടാൻ പോകുന്നു അവന് അത്രയും പൊട്ടൻഷ്യലുണ്ട് അവന്. രണ്ടാമത്തെ ആൾക്ക് പെട്ടെന്ന് സൈസ് കയറും, അതാണ് അവനൊരു ഗുണമെന്ന് പറഞ്ഞ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചത്ത് കിടന്ന് കഴിക്കണം, അതൊരു കുറേ കഴിച്ചാലേ കയറുള്ളൂ. ഓക്കെ, അപ്പം സ്റ്റോറി പറഞ്ഞ് കറക്റ്റ് നമ്മൾ 1 മിനിറ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. 1 മിനിറ്റ് അല്ല, 1 മിനിറ്റ് 15 സെക്കൻഡ്സ്. സോ അടുത്തത് 10 റെപ്പറ്റീഷൻ. വേരിയേഷൻസ് മാറ്റി നോക്കണം ചിലപ്പം. എന്നെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ ഇങ്ങനെ അങ്ങ് താഴെ ഫിംഗറിനോടം വരെ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്രയും ഹെവി എനിക്ക് പറ്റത്തില്ല, എനിക്ക് ആ വേദന വന്നു തുടങ്ങും. സോ മേ ബി ഞാൻ നെക്സ്റ്റ് വീക്കിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വെയിറ്റ് കുറച്ചിട്ട് അങ്ങനെ സ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഹെവി ചെയ്തിട്ട് ഈ ഒരു ഹാഫ് വെച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കുന്ന മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോഴും എൻ്റെ ഫോറം നല്ലപോലെ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. സോ അടുത്തെന്ന് പറയുന്നത് റിവേഴ്സാണ്. റിവേഴ്സ് കേളാണ്. റിവേഴ്സ് കേൾ എന്ന് പറയുമ്പോൾ ഇത്രയും വെയിറ്റ് ഒന്നും പറ്റത്തില്ല, നല്ല ലൈറ്റായിട്ട് പോകേണ്ടി വരും. പക്ഷേ ഒരു ടെൻഷൻ കിട്ടുകയും വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 15-12 ആ റേഞ്ചാണ് ചെയ്തത്. അപ്പോൾ ഇത് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് 1 മിനിറ്റ് ടൈമർ വെക്കാം. ഈ വെയിറ്റ് കൊണ്ട് വെച്ചിട്ട് അടുത്ത വെയിറ്റ് എടുത്തുകൊണ്ട് വരാം. സബസ്കേറ്റ് 4 5 6 ഇത് 12 പോയി. അപ്പം ഇത് ഇനി ഹെവി പോവാം. അടുത്ത 10 ഇത് 12.5 15 എടുക്കുക. ആക്ച്വലി ഞാൻ റെസ്റ്റ് ടൈം എടുക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷെ നേരെ അങ്ങ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി പോസ് ചെയ്യാം. എന്നും കൊള്ളാമ കൊല്ലെറിയ എന്നെ. നിങ്ങൾ പാട്ട് കേൾക്ക്, ഞാൻ പോസ് ചെയ്യും. എങ്ങനെ ഇരിക്കുന്നു? താഴെ വെച്ചത് പാട്ട് നിന്നു. എന്നാൽ ഞാൻ പാട്ട് കേട്ടോളാം.